ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പഠിച്ചു കഴിയാത്തവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നന്നായി പഠിച്ചു നടത്താം. അഥവാ ആൻസർ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ഏത് ഫോർമാറ്റിലാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് 1 മാർക്ക് 2 മാർക്ക് അങ്ങനെ 4 മാർക്ക് വരെ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. പലപ്പോഴും കുട്ടികൾക്ക് പഠിച്ചിട്ട് പോയിട്ട് എക്സാമിൻ്റെ സമയമാകുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എല്ലാം മറന്നു പോയൊരവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് വേർഡ് പെയർ കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഫസ്റ്റ് വേർഡ് പെയറിനനുസരിച്ചിട്ട് സെക്കൻഡ് പെയർ കംപ്ലീറ്റ് ചെയ്യാൻ. സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ്. സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത് ഏത് തരം വേവ്സ് ആയിരിക്കും? അതും ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് തന്നെയാണ്. രണ്ടാമത്തത് ആംപ്ലിറ്റ്യൂഡിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. വേവ് ലെങ്ത്തിൻ്റെ ഏത് വരും? മീറ്റർ തന്നെയാണ് അല്ലേ. അടുത്തത് സ്പീഡ് ഓഫ് സൗണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത് ബിലോ 20 ഹെഡ്സ് ആണ്. അൾട്രാസോണിക് വേവ്സ് അപ്പോൾ എന്ത് വരും? എബവ് 20,000 ഹെഡ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ് ആണ്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും വരുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അടുത്തത് ലോഞ്ചിറ്റ്യൂണൽ വേവിൽ വരുന്നതാണ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ് ആർ ഫോംഡ്. ട്രാൻസ്വേഴ്സ് വേവിൽ അപ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്? ക്രെഡ്സ് ആൻഡ് ട്രൗസ് ആർ ഫോംഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് പാസ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് സൈക്കിൾസിനെ പറയുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്നതാണ് വേവ് ലെങ്ത് എന്ന്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് റിലേഷൻ. തന്നിരിക്കുന്ന റിലേഷനിൽ കറക്റ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് നോക്കാം. ബ്രാക്കറ്റിൽ വി സിക്കൽ ടു എഫ് ലാംഡ, എഫ് സിക്കൽ ടു വി ബൈ ലാംഡ, എഫ് ബൈ വി സിക്കൽ ടു 1 ബൈ ലാംഡ, എഫ് സിക്കൽ ടു വി ലാംഡ. ഇതിലേതാ തെറ്റായിട്ട് വരുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ലാസ്റ്റത്തെയാണ്, എഫ് സിക്കൽ ടു വി ലാംഡ. ഇക്വേഷൻ വരുന്നത് വി സിക്കൽ ടു എഫ് ലാംഡയാണ്. അതിൽ നിന്ന് നമുക്ക് എഫ് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് വരും? വി ബൈ ലാംഡ അല്ലേ. വി ബൈ ലാംഡ എന്ന് പറയാൻ കാരണം എഫിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ലാംഡയാണ്. അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ ലാംഡ വരുന്നത്. പിന്നെ എഫ് ബൈ വി സിക്കൽ ടു 1 ബൈ ലാംഡ. ഇങ്ങനെ വരുമ്പോഴും ആ ഇക്വേഷൻ ശരിയാണ്. ഇനി ഇവിടെ തെറ്റായി വന്നിരിക്കുന്നതാണ് എഫ് സിക്കൽ ടു വി ലാംഡ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇഫ് ഇറ്റ് ക്യാൻ മേക്ക് 2 ഓസിലേഷൻസ് ഇൻ 2 സെക്കൻഡ്. ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പെൻഡുലം 2 സെക്കൻഡ് കൊണ്ട് 2 ഓസിലേഷൻ പൂർത്തിയാക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2 സെക്കൻഡ് കൊണ്ട് 2 ഓസിലേഷൻ, അതായത് 2 വേവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ 1 സെക്കൻഡിലായിരിക്കില്ല ഒരു വേവ് ഉണ്ടാവുന്നത്. ഒരു വേവിന് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ് അല്ലേ. അത് തന്നെയാണ് അതിൻ്റെ പീരീഡ് എന്നും പറയുന്നത്. അപ്പോൾ ഇവിടെ പീരീഡ് വരുന്നത് 1 സെക്കൻഡാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ പെർട്ടിക്കുലർ സൗണ്ട് പാസസ് ത്രൂ എയർ. അതായത് ഒരു പ്രത്യേക ശബ്ദം എയറിലൂടെ പാസ് ചെയ്തപ്പോൾ ദ എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് 288 ടൈംസ് എ സെക്കൻഡ്. ആ എയറിലുള്ള മോളിക്യൂൾസ് സെക്കൻഡിൽ 288 തവണ വൈബ്രേറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് സൗണ്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കുന്നു? ഇതിൻ്റെ ആൻസർ വരുന്നത് 288 ഹെഡ്സ് തന്നെയാണ് അല്ലേ. ബ്രാക്കറ്റിൽ 144 കൊടുത്തിട്ടുണ്ട്, 0.0035 കൊടുത്തിട്ടുണ്ട്, 576 കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് 288 ഹെഡ്സിലായിരിക്കും. അതായത് ആ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് 288 തവണയാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതും അത് തന്നെയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ദ റിലേഷൻ എഫ് പ്രൊപ്പോർഷണൽ 1 ബൈ ലാംഡ ആർ കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന ഏത് സിറ്റുവേഷനിലാണ് എഫ് പ്രൊപ്പോർഷണൽ 1 ബൈ ലാംഡ എന്ന് പറയുന്ന റിലേഷൻ വരുന്നത് എന്ന്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നോക്കാം. ഓപ്ഷൻ എ നോക്കാം. വെൻ ദ സ്പീഡ് ഓഫ് എ വേവ് ഇൻക്രീസസ്. അതായത് ഒരു വേവിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. അതാണോ? അതല്ല. ഓപ്ഷൻ ബി വരുന്നത് വെൻ എ വേവ് പാസസ് ഫ്രം 1 മീഡിയം ടു ഡിഫറെൻറ്റ് മീഡിയം. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് വേവ് പാസ് ചെയ്യുമ്പോൾ. അതല്ല. ഇനി സി നോക്കാം. വെൻ ദ സ്പീഡ് ഓഫ് ദ വേവ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു വേവിൻ്റെ സ്പീഡ്
സ്ഥിരമായിട്ടിരിക്കുമ്പോൾ, കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ. അപ്പോഴാണ് എഫ് പ്രൊപ്പോർഷൻ 1/λ എന്ന് പറയുന്ന ഒരു റിലേഷൻ ശരിയായിട്ട് വരുന്നത്. അടുത്തത് കൂടി നോക്കാം നമുക്ക്. ഓൺലി വെൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഈസ് എബോവ് എ പെർട്ടിക്കുലർ ലിമിറ്റ്. അതായത് ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിന് മുകളിലായിരിക്കുമ്പോഴാണ് ഈ റിലേഷൻ വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞു, സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിയറിംഗ് ദ സെയിം സൗണ്ട് ആഫ്റ്റർ എ വൈൽ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട് ഈസ്. ഒരു ശബ്ദം കേട്ട് കുറച്ച് സമയത്തിനു ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കുന്നതിന് പറയുന്നതാണ് എന്ത്? നമുക്ക് ബ്രാക്കറ്റ് നോക്കാം. റീവെർബറേഷൻ, റെസൊണൻസ്, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്, എക്കോ. അപ്പോൾ ഇതിനെ പറയുന്നതാണ് എന്ത്? എക്കോ എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്സ് ഈസ് നോൺ ആസ് സീസ്മോഗ്രാഫ്, റിക്ടർ സ്കെയിൽ, സീസ്മോളജി, സുനാമി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാ? സീസ്മോളജി അല്ലേ. സീസ്മിക് വേവ്സിനെ കുറിച്ചുള്ള പഠനത്തെയാണ് സീസ്മോളജി എന്ന് പറയുന്നത്. ഗാൾട്ടൺ വിസിൽ ക്യാൻ പ്രൊഡ്യൂസ് അൾട്രാവയലറ്റ് റേസ്, ഇൻഫ്രാസോണിക് വേവ്സ്, അൾട്രാസോണിക് വേവ്സ്, ഇൻഫ്രാറെഡ് റേസ്. അതായത് ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് 30,000 ഹെഡ്സ് ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയായിട്ടുള്ളതായിരിക്കും? അൾട്രാസോണിക് വേവ്സ് ആണ്. അതായത് 20,000 ഹെഡ്സിൻ്റെ മേലെ വരുന്നത് ഏതൊക്കെയാണ്? അൾട്രാസോണിക് ആണ് അല്ലേ. പിന്നെ ആൻസർ വരുന്നത് അൾട്രാസോണിക് വേവ്സ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ആയിരുന്നു. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ 24 കീസ് മാർക്ക്ഡ് ആസ് 256 ഹെഡ്സ്. ഒരു 24 256 ഹെഡ്സ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വാട്ട് ഡസ് ദിസ് മാർക്കിംഗ് മീൻസ്? ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബി ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പീരീഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദിസ് 24 വെൻ എക്സൈറ്റഡ്. ഈ 24 എക്സൈറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ്റെ പീരീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് 24 കീസ് 256 ഹെഡ്സ്. ആ ഒരു 24 നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 256 ഹെഡ്സ് ആണ്. വെൻ ഇറ്റ് ഈസ് എക്സൈറ്റഡ് ഇറ്റ് വൈബ്രേറ്റ്സ് 256 ടൈംസ് ഇൻ 1 സെക്കൻഡ്. അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത് സെക്കൻഡിൽ 256 ടൈംസ് അത് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി അടുത്ത് നമുക്ക് പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് കാണാനുള്ള ഇക്വേഷൻ T = 1/f. ഇവിടെ എഫ് എന്ന് പറയുന്നത് 256 ആണ്. അപ്പോൾ 1/256. ഇതിന് നമ്മൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.004 സെക്കൻഡ് ആണ്. You are given with 2 tuning fork. One is marked as 288 Hz and other as 520 Hz. Do they produce same sound when excited? Justify your answer. ഇപ്പോൾ 2 ട്യൂണിംഗ് ഫോർക്കുകൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒന്നിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 288 ഹെഡ്സും അടുത്തതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 520 ഹെഡ്സും ആണ്. ഇനി എ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇവ രണ്ടും എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമോ? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്? സെയിം ആയിരിക്കില്ലല്ലോ. സെയിം ആയിരിക്കില്ല. കാരണം എന്താ? രണ്ടിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ് അല്ലേ. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. നോ, ദേ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് സൗണ്ട്സ് ബിക്കോസ് ദർ നാച്ചുറൽ ഫ്രീക്വൻസീസ് ആർ ഡിഫറെൻറ്റ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. സജസ്റ്റ് എ മെത്തേഡ് ടു ചേഞ്ച് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നോക്കാം. പുട്ട് എ റബ്ബർ ബാൻഡ് ഓൺ വൺ ഓഫ് ദ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. നൗ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ചേഞ്ചസ് ആസ് ഇറ്റ്സ് തിക്നെസ് ചേഞ്ചസ്. ഒരു റബ്ബർ ബാൻഡ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു പ്രോങ്ങിൽ ഇടാം. അപ്പോൾ അതിൻ്റെ തിക്നെസ്സിൽ ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു ഹിയർ ഈവൻ ദ ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ഓഫ് ദ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിൻ്റെ നേരിയ ശബ്ദം പോലും കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. സ്റ്റെതസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഫിനോമിനൺ ഓഫ് സൗണ്ട് ഈസ് മെയ്ഡ് യൂസ് ഓഫ് ഇൻ ദിസ് ഡിവൈസ്. ഈ ഒരു ഉപകരണത്തിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ ഏത് ഫിനോമിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? റെസൊണൻസ് ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഫ്രം എമംഗ് ദി ഫോളോയിങ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ അൾട്രാസോണിക് വേവ്സ് വന്നിട്ടുണ്ട്, മൈക്രോവേവ്സ് വന്നിട്ടുണ്ട്, സീസ്മിക് വേവ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും വരിക? മൈക്രോവേവ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കർവ്ഡ് സീലിംഗ്സ് ഇൻ ഹാൾസ് ഹെൽപ്പ് ടു സ്പ്രെഡ് സൗണ്ട് ഫ്രം എ സോഴ്സ് ടു ഓൾ പാർട്സ് ഓഫ് ദ ഹാൾ. ഒരു സോഴ്സിൽ നിന്നും വരുന്ന ശബ്ദത്തിനെ ഒരു ഹാളിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹാളിൻ്റെ കർവ്ഡ് സീലിംഗ്സ് ഹെൽപ്പ് ചെയ്യുന്നു. നെയിം അനദർ ഡിവൈസ് യൂസ്ഡ് ഫോർ ദിസ് പേർപ്പസ്. ഈ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണത്തിൻ്റെ പേര് പറയുക. അതേപോലെ തന്നെ വിച്ച് ഫിനോമിനൺ ഓഫ് സൗണ്ട് ഈസ് മെയ്ഡ് യൂസ് ഇൻ ദിസ് ഡിവൈസ്. ഈ ഒരു ഉപകരണത്തിൽ ശബ്ദത്തിൻ്റെ ഏത് ഫിനോമിനാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്.
എ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൗണ്ട് ബോർഡുകളാണ്. പിന്നെ അതുപോലെ തന്നെ ബി ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് ഈ ഒരു ഡിവൈസിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്മോൾ റൂംസ് ഇൻസ്റ്റെഡ് ഓഫ് ഹിയറിംഗ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട്സ് ഡിസ്റ്റിങ്ക്ട്ലി വി ഹിയർ ബൂമിംഗ് ഓഫ് സൗണ്ട്. ചെറിയ റൂമുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ശബ്ദം വ്യക്തമായിട്ട് കേൾക്കുന്നതിന് പകരം നമ്മളൊരു മുഴക്കാണ് കേൾക്കുന്നത്. വാട്ട് ഡു വി കോൾ ദിസ് ഇഫക്റ്റ് ഓഫ് സൗണ്ട്? ശബ്ദത്തിൻ്റെ ഈ ഒരു പ്രത്യേകതയെ എന്താണ് നമ്മൾ വിളിക്കുന്നതെന്ന്. വാട്ട് പെക്യുലാരിറ്റി ഓഫ് അവർ ഇയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? എക്സ്പ്ലെയിൻ. നമ്മുടെ ചെവിയുടെ എന്ത് പ്രത്യേകതയാണ് ഇതിന് കാരണം? വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റീവെർബറേഷൻ ആണ് അല്ലേ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചെവിയുടെ എന്ത് പ്രത്യേകതയാണ് കാരണം എന്ന് അല്ലേ. അതായത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആണ് ഇതിന് കാരണം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കാം. ദ ഓഡിറ്ററി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട് പെർസിസ്റ്റ് ഫോർ അബൌട്ട് 1/10 ഓഫ് എ സെക്കൻഡ്. ദിസ് കാരക്ടറിസ്റ്റിക്സ് ഇസ് നോൺ ആസ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അതായത് ഒരു ശബ്ദം കേട്ട് 1/10 സെക്കൻഡ് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കാന്നുണ്ടെങ്കിൽ ചെവിയുടെ ആ ഒരു കഴിവിനെ പറയുന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ക്ലാസിഫൈ ദം ഇൻ എ ടേബിൾ ആസ് ദോസ് റിലേറ്റഡ് റീവർബറേഷൻ ആൻഡ് എക്കോ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നും എക്കോയിലും അതുപോലെ തന്നെ റീവർബറേഷനിലും വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അത് നോക്കാം. റിഫ്ലക്റ്റഡ് സൗണ്ട് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം എ ഒറിജിനൽ സൗണ്ട്. അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ശബ്ദത്തെ യഥാർത്ഥ ശബ്ദത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നു. അത് ഏതിൽ വരുന്നതാ? എക്കോയിൽ വരുന്നതാണ് അല്ലേ. ബി നോക്കാം. ദ ബൂമിംഗ് ഇഫക്റ്റ് ബൈ ദി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അതായത് ശബ്ദത്തിൻ്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഒരു മുഴക്കത്തിന് കാരണമാകുന്നു. അത് റീവെർബറേഷനിൽ വരുന്നതാണ് അല്ലേ. നമുക്ക് സി നോക്കാം. ദ റിഫ്ലക്റ്റഡ് സൗണ്ട്സ് കനോട്ട് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദി ഒറിജിനൽ സൗണ്ട്. അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ശബ്ദത്തെ യഥാർത്ഥ ശബ്ദത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന്. അത് ഇതിൽ വരുന്നതാ? റീവെർബറേഷനിൽ വരുന്നതാണ്. ദ റിഫ്ലക്റ്റഡ് സർഫസ് ആർ വെരി ഫാർ എവേ. അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ സർഫസ് വളരെ അകലെയാണ്. അത് ഏതിലായിരിക്കും? എക്കോയിലായിരിക്കും വരുന്നത് അല്ലേ. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 3ഉം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പാർട്ടായിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം.